അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ മാറിയ പാഠപുസ്തകങ്ങളിലെ ചില അച്ചടി പിശക് മൂലം ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് തെറ്റായ വശം ഏതാണ്, ശരിയായ വശം ഏതാണ് എന്ന് പേജ്, കിതാബ് അടക്കം വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് തഫ്ഹീമു തിലാവ 1-ാം ഭാഗത്തിലെ 9-ാം പേജിൽ ഡാഷ് സദുൻ എന്നുണ്ട്. അപ്പോൾ ആ സദുൻ എന്നുള്ളത് സീനിന് ഫതഹ് കൊടുത്തിട്ടില്ല, അപ്പോൾ സദുൻ എന്നാണ് വേണ്ടത്. പിന്നെ രണ്ടാമത് 12-ാം പേജിൽ ഡാഷ് ഇസ്മുൻ എന്നുള്ളത് അവിടെ ഈ വേണ്ട, ഡാഷ് സ്മുൻ എന്നാണ് വേണ്ടത്. 22-ാം പേജിൽ അലഹ അലഹ എന്നുള്ളത് അലൈഹ എന്നാണ് വേണ്ടത്. അതുപോലെ തന്നെ 61-ാം പേജിൽ ഒരു യാ 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 എന്നുള്ളിടത്ത് യാനൊന്നും പുള്ളി ഇട്ടിട്ടില്ല, ആ പുള്ളി ഇട്ട് കൊടുക്കണം, യാ 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 യാ. അതുപോലെ 83-ാം പേജിൽ ഹുൻ എന്നുള്ളിടത്ത് അവിടെ ഹു എന്നാണ് വേണ്ടത്. 83-ാം പേജിൽ ആ എന്ന് കഴിഞ്ഞിട്ട് ഹ എന്നാണ്, അപ്പോൾ ആഹ് ഒരു സുക്കൂന് വേണം ആഹ് എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ 83-ാം പേജിൽ ഹുദ് ഹുദ് എന്നുള്ളിടത്ത് ഹുദ് ഹുദുൻ എന്നാണ്, ലാസ്റ്റത്തെ ദാലിന് തൻവീൻ ലമ്മാണ് വേണ്ടത്. അതുപോലെ തന്നെ 84-ാം പേജിൽ ജാജി ജു ജുൻ അജ് എന്ന സ്ഥലത്ത് അതല്ല വേണ്ടത്, ഹ ഹി ഹു ഹുൻ ആഹ് എന്നാണ് വേണ്ടത്. ഇതാണ് 1-ാം ഭാഗത്തിലുള്ള ശരിയും തെറ്റും. ഇനി തഫ്ഹീമു തിലാവ 2-ാം ഭാഗത്തിൽ 26-ാം പേജിലെ ദാദീദു എന്നുള്ളിടത്ത് അവിടെ 2 പുള്ളി കാണുന്നുണ്ട്, അവിടെ വേണ്ട, ഒരു പുള്ളി മേലെ 2 പുള്ളി മേലെ കാണുന്നുണ്ട്. ദാദീദു ദാൽ 1 പുള്ളി മതി. പിന്നെ 37-ാം പേജിലെ തീനുൻ എന്നുള്ളിടത്ത് അവിടെ ലുഫുറുൻ എന്നാണ് വേണ്ടത്. പിന്നെ 58-ാം പേജിൽ റബീഉൽ അവ്വലി എന്നുള്ളിടത്ത് റബീഉൽ അവ്വലു എന്നാണ് വേണ്ടത്. അതുപോലെ തന്നെ 58-ാം പേജിൽ ജുമാദ സാനിയത്തി എന്നുള്ളത് ജുമാദ സാനിയത്തു എന്നാണ് വേണ്ടത്. അതുപോലെ തന്നെ 58-ാം പേജിൽ ഷവ്വാലു എന്നുള്ളത് ഷവ്വാലുൻ എന്നാണ് വേണ്ടത്. ഇനി 2-ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. 2-ാം ക്ലാസ്സിൽ അൽ ഫിഖ് എന്ന ഗ്രന്ഥത്തിൽ 20-ാം പേജിൽ എന്ന് പറഞ്ഞു എന്നുള്ളത് എന്ന് പറഞ്ഞു കൊണ്ട് എന്ന് വേണം. 21-ാം പേജിൽ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം എന്നുള്ളത് സുജൂദുകൾക്കിടയിൽ ഇരിക്കുക എന്നാക്കണം. അതുപോലെ തന്നെ 21-ാം പേജിൽ അനക്കം അടങ്ങണം എന്നുള്ളത് അനക്കം അടങ്ങുക എന്നാണ് വേണ്ടത്. അതുപോലെ തന്നെ 2-ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൽ 6-ാം പേജിൽ എന്ന് പറയുന്നിടത്ത് താഴെയുള്ള എന്ന് പറയും ഒഴിവാക്കുക. 13-ാം പേജിൽ ധാരാളം എന്നെടുത്ത് ധാരാളം എന്നുള്ളത് ഹാക്കിന് ഒരു മദ് കൊടുത്തിട്ടുണ്ട്, അത് വേണ്ട, ധാരാളം. അതുപോലെ തന്നെ 2-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 11-ാം പേജിൽ അബത്തി എന്നുള്ളത് അബത്തി എന്ന് മതി, ആ നീട്ടാനുള്ള യാവ് വേണ്ട. ഇനി 3-ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അഖീദയിൽ 8-ാമത്തെ പേജ് അത്തദ്രീബാത്ത് എന്നുള്ളിടത്ത് അത് കൂട്ടി എഴുതിയിട്ടുണ്ട്, അത്തദ്രീബാത്ത്. 9-ാം പേജിലെ ഭാഷ എന്നുള്ളിടത്ത് ഭാഷ എന്നുള്ളതിൽ താഴെ ഒരു പുള്ളി വേണം, ഷാക്ക് ഷീനിന് മേലെ 3 പുള്ളിയും താഴെ 1 പുള്ളിയും വേണം. അതുപോലെ തന്നെ 3-ാം ക്ലാസ്സിലെ അഖീദയിലേക്ക് 14-ാം പേജിൽ ഫാഇലമി എന്നുള്ളിടത്ത് ഫതഹുണ്ട് കെസറുണ്ട് ലാമിന്, ഫാഇലമി ഫതഹ് മതി. 17-ാം പേജിൽ അവരുടെ എന്നുള്ളിടത്ത് അവൻ്റെ എന്നാണ് വേണ്ടത്. 21-ാം പേജിൽ 70 9 എന്നിടത്ത് 70 എന്ന് മതി. പിന്നെ 3-ാം ക്ലാസ്സിലെ താരീഖിലെ 13-ാം പേജിൽ അന്നളുറു എന്നിടത്ത് നളുറ്, അതായത് ലോ എന്ന് പകരം ലോദാണ് വേണ്ടത്, സുക്കൂനുള്ള ലോദ്. 23-ാം പേജിൽ ഷെരീഫിൽ അത് ഷെരീഫിൽ, അത് റാഇന് താഴെ ഒരു പുള്ളി കൊടുത്തിട്ടുണ്ട് രീതി എന്നുള്ളത്, അത് വേണ്ട. 24-ാം പേജിൽ മുൻ കാല എന്നുള്ളത് മുൻ കാല, മുൻ വേറെ എഴുതണം, ഒന്നിച്ച് ചേർത്ത് എഴുതാൻ പാടില്ല. 28-ാം പേജിലെയും 27-ാം പേജിലെയും ചെലവഴിച്ചു എന്നുള്ളിടത്ത് ചിലവഴിച്ചു എന്ന് വേണം. 28-ാം പേജിൽ പദസൂര്യൻ എന്നുള്ളിടത്ത് ഒഴിവാക്കുക എന്നാണ് വേണ്ടത്. 32-ാം പേജിൽ കാലഘട്ട എന്നുള്ളത് കാലഘട്ട, അത് കാല വേറെ ഘട്ട വേറെ, ഒന്നിച്ചല്ല എഴുതേണ്ടത്. ലിസാനുൽ ഖുർആൻ 3-ാം ക്ലാസ്സിൽ 45-ാം പേജിൽ യാ അബത്തി എന്നുള്ളത് യാ അബത്തി, ആ യാ വേണ്ട.
46-ാം പേജിൽ സെയിൻ എന്നുള്ളിടത്ത് സെയിൻ, അതുപോലെ തന്നെ സെദ്ദൊന്നും വേണ്ട അവിടെ. പിന്നെ 4-ാം ക്ലാസ്സിലെ ഫിഖ്ഹിൽ 23-ാം പേജിൽ പൂർണ്ണമായി കഴുകണം, ശേഷം ആ മുറിവിന്, അതിനാണ് പൂർണ്ണമായി കഴുകണം, ആ മുറിവിന് ഒരു സമ്മട്ടിട്ട് ഒരു വിരട്ടിട്ട് എഴുതണം. ഈ 32-ാം പേജിൽ ഞങ്ങളുടെ എന്നുള്ളത് ഞങ്ങളുടെ എന്ന് വേണം, പിന്നെ അക്കീദയിൽ 4-ാം ക്ലാസ്സിൽ 6-ാം പേജിൽ അള്ളാഹു നൽകിയതുമാണ്, അള്ളാഹു നൽകുന്നതുമാണ് എന്നാണ്. 21-ാം പേജിൽ സ്വഹാബത്തിൻ്റെ കാലത്തെ എന്നുള്ളത് സ്വഹാബത്തിൻ്റെ കാലത്ത് എന്നാണ്. ലിസാനുൽ ഖുർആൻ 4-ാം ക്ലാസ്സിൽ 7-ാമത്തെ പേജിൽ എന്തളിറുൽ ഉമ്മു എന്നുള്ളത് തന്തളിറുൽ ഉമ്മു. അതുപോലെ തന്നെ 16-ാം പേജിൽ 27-ാം വനഹുത്തു തഹ്തഹ എന്നത് വനഹുത്തു തഹ്തഹു എന്നാക്കണം, ഹാക്ക് പകരം ഹു എന്നാക്കണം. 18-ാം പേജിൽ വസല്ലു എന്നുള്ളത് വസല്ലൗ എന്നാക്കണം. 26-ാം പേജിൽ നീ എന്നുള്ളത് അവിടെ യാ മതി. പിന്നെ 35-ാം പേജിൽ തുല്യാബുഹു എന്നുള്ളത് ലാമിന് തോയിൻ്റെ മേലാണ് സെദ് കാണുന്നത്, ഇപ്പോൾ ലാമിൻ്റെ മേലിട്ടിട്ട് തുല്ലാബുഹു എന്നാക്കണം. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9-ാം ക്ലാസ്സിൽ ലിസാനുൽ ഖുർആനിൽ 6-ാമത്തെ പേജിൽ വലയഅലമന്ന സ്വാദിഖീന മിൻകും എന്നുള്ളത് വലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖൂ എന്നാണ് വേണ്ടത്. എന്നതിന് ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി തെറ്റുകൾ തിരുത്തി കുട്ടികൾക്ക് പഠനം നടത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വസിയത്തോടുകൂടെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.